എൽ ജിയുടെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ സംഭവം ഓണൊക്കെ ആവും, പക്ഷേ പിക്ചർ നല്ലോണം മങ്ങലുണ്ട്. പിന്നെ അത് മാത്രമല്ല കളറിൻ്റെയും പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ ഈ മെനുവിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, ഈ ഐക്കൺസൊക്കെ ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, കളറിൻ്റെ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല ഇത്തിരി ഇരുണ്ടിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, LOTയിൽ ബ്രൈറ്റ് കൂട്ടിയാൽ ഇത്ര തന്നെ സംഭവം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ ബേസ് ബോർഡിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും. കൂടുതലും ബേസ് ബോർഡിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസ് ബോർഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എന്ത് പ്രശ്നമാണെന്ന്. ഇവിടെ ബേസ് ബോർഡ് ഇളക്കുന്നുണ്ട്. ഇളക്കി ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇവിടെ 250 വോൾട്ട് 10 MFൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 250 വോൾട്ടിൻ്റെ വേറൊരു കപ്പാസിറ്ററും കൂടെ ഉണ്ട്. ടോട്ടൽ 2 കപ്പാസിറ്ററാണ്. അത് മാത്രമല്ല ബേസ് ബോർഡ് നല്ല ഡ്രൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡും നല്ല ഡ്രൈ ഉണ്ട്, ബേസ് ബോർഡും നല്ല ഡ്രൈ ഉണ്ട്. മെയിൻ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറാണ്. വെർട്ടിക്കൽ സെക്ഷൻ, പവർ സപ്ലൈ സെക്ഷൻ, ഹൊറിസോണ്ടൽ സെക്ഷൻ, മെയിൻ IC എല്ലാം നല്ലോണം ഡ്രൈ സോൾഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ട് മാറ്റാനുള്ള സാധനം കൂടെ മാറ്റണം. ഇവിടെ ഇപ്പോൾ കപ്പാസിറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഡാമേജ് ആയിരിക്കുകയാണ്. ഈ കപ്പാസിറ്റർ മാറ്റം 250 വോൾട്ട് 10 MFൻ്റെ കപ്പാസിറ്ററാണ്. ഇപ്പോൾ ബേസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യാണ്. പിന്നെ കളറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ ഡ്രൈ ഉണ്ടെങ്കിൽ ഇതേപോലെ കളറിൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ വേറൊരു കപ്പാസിറ്റർ എടുക്കണം. അപ്പോൾ ഇവിടെ 2 കപ്പാസിറ്ററാണ് മാറ്റുന്നത്. 250 വോൾട്ട് 10 MFൻ്റെ ആണ്. ഇപ്പോൾ രണ്ടും വേറെ ഇട്ടിട്ടുണ്ട്, പുതിയ തന്നെയാണ് ഇട്ടത്. പിന്നെ ഇവിടെ ബേസും കൂടെ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ബേസ് ഇതായിട്ടിട്ടുണ്ട്. അപ്പോൾ എർത്ത് വയർ കറക്റ്റായിട്ട് ബേസിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ആ കംപ്ലയിൻസ് എല്ലാം മാറി. ഇപ്പോൾ ഐക്കൺസൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു. ആ ഡിസ്പ്ലേ ഒക്കെ കറക്റ്റായിട്ട് വന്നു. ആ മങ്ങലും മാറി, കളറിൻ്റെ പ്രശ്നമെല്ലാം മാറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോസ് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഒന്ന് സമയമുണ്ടെങ്കിൽ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.